ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ തുറന്നു എന്ന വിവരം അവിടെ നിന്ന് തരുന്നുണ്ട്. സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് വീഡിയോ പെർമിഷൻ ഇല്ല എന്ന് തോന്നുന്നു. അതായത് PR തന്നെയാണ് ഈ സ്ട്രോങ് റൂമുകൾ ഉൾപ്പെടെയുള്ളതിന്റെ ദൃശ്യങ്ങൾ. ഇനി നമ്മളുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകണം. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് VV അരുണാണ്. അരുൺ, എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ആര് എന്നതാണ്. NDA അക്കൗണ്ട് തുറക്കുമോ എന്ന പ്രതീക്ഷയിൽ ആദ്യം ഉറ്റുനോക്കുന്നത് മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു എന്ന വിവരം വരുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ? സാധാരണ 7:30 മണിയോടുകൂടി, അതായത് വോട്ടെണ്ണൽ ആരംഭിക്കുന്ന അരമണിക്കൂർ മുമ്പ് മാത്രമാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. പക്ഷേ ഇന്ന് നേരത്തെ 5:30 തന്നെ ഈ മാരിവാനീസ് കോളേജിലെ കൗണ്ടിംഗ് സെന്ററുകളിലെ സ്ട്രോങ് റൂമുകൾ തുറന്നു. നമ്മൾ സ്ട്രോങ് റൂമുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തുറന്ന ദൃശ്യങ്ങൾ അല്പം സമയത്തിനകം നമുക്ക് ലഭ്യമാക്കാനും കഴിയും. ആ ദൃശ്യങ്ങൾ PRDയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഏതായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏറ്റവും അധികം ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന, ഒരുപക്ഷെ രാജ്യം കാത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിന് കാരണം BJP എല്ലാ തവണയും അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ അവസാന നിമിഷം വഴുതി പോകുന്ന മണ്ഡലമാണ്. ഇത്തവണ തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കുമോ എന്ന കാര്യം വളരെ ആകാംക്ഷയോടുകൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്, ഇന്ത്യ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ പ്രതികരണത്തിലേക്ക് വന്നു പോകാൻ JR പത്മകുമാർ, BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ? തീർച്ചയായിട്ടും BJP NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റ് ഞങ്ങൾ ചെയ്യും. ഉറപ്പാണ്. ഇത് മാറില്ലല്ലോ? ഇല്ല, മാറില്ല. ഞങ്ങൾക്ക് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് മുന്നേ ജനങ്ങൾ ഉറപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസൃതമായി ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ ഇവിടുന്ന് വേണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ അവസാന മണിക്കൂറുകളിലും 6 മണി കഴിഞ്ഞ് ഏതാണ്ട് 6:21 ആകുന്നു. ഇനി 1.5 മണിക്കൂറിലോളം മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ളത്. ആ സമയത്തും വലിയ ആത്മവിശ്വാസമാണ് BJP കേന്ദ്രങ്ങൾ. BJP സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് അവർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരമാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥി ഇവിടെ വന്നുണ്ടാക്കിയ ഇമ്പാക്ട്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ശശി തരൂർ തുടർച്ചയായി 3 തവണ MP ആളാണ്. അദ്ദേഹത്തിന്റെ വലിയ ജനവികാരം. തീർച്ചയായും നമുക്ക് അരുൺ അത്തരം ഒരു പ്രതീക്ഷകളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. മറ്റ് റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുകയാണ്. അവർക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കേണ്ടി വരുമ്പോൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ എത്തി എന്ന വാർത്ത കൂടി പങ്കുവെക്കുന്നു. നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നാണ് നവമി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്തേക്ക് പോവാം. കോട്ടയത്ത് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ പ്രക്രിയയിലേക്ക് എത്തുകയാണല്ലോ. വോട്ടെണ്ണലിന്റെ മണിക്കൂറുകളിലേക്ക് എത്തുന്നു. എന്തായി അവിടുത്തെ ഒരുക്കങ്ങൾ? പ്രത്യേകിച്ചും സ്ട്രോങ് റൂം തുറന്നു എന്നൊന്ന് തോന്നുന്നു അല്ലേ? എന്താ ശ്രീജിത്ത് പറയൂ. സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. 7:30 സ്ട്രോങ് റൂം തുറക്കുകയുള്ളൂ. അതായത് അതിന് മുൻപ് പോസ്റ്റൽ ബാലറ്റുകളുള്ള റൂമാണ്. അവിടെ നിന്നുള്ളത് എടുത്ത റാൻഡമൈസേഷൻ 50 ബാലറ്റുകളായി തിരിക്കുന്ന നടപടികളിലേക്കാണ് ആദ്യം കടക്കുക. തൊട്ടു മുൻപ് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഇതുവഴി പോയിരുന്നു, ജില്ലാ വരണാധികാരി. അവർ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇതാണ്. അതായത് ഈ ആളുകളെ, ഈ പോസ്റ്റ് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവരെ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ, വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഉള്ളിലേക്ക് കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് ഈ നാട്ടകം ഗവൺമെന്റ് കോളേജിലെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. കോട്ടയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, കോട്ടയത്തിന്റെ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ്, അത് ഏത് കേരള കോൺഗ്രസിനാണ് ഇത്തവണ അത് ഗുണമാകുക എന്നുള്ളതാണ്. ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥിത്വവും തുഷാർ വെള്ളാപ്പള്ളിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ശരി, എന്തായാലും അവിടുത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും. ഞങ്ങൾ തിരിച്ചെത്താം ശ്രീജിത്ത്. ഇപ്പോൾ